Hello guys, welcome to my YouTube channel. So ഞാൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പേപ്പർ സൊല്യൂഷൻ ഓഫ് ഡിസംബർ 2024 ഞാൻ ആൻസർ ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാൾ കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വേണമായിരുന്നെന്ന്. ഞാൻ വിചാരിച്ചു വീഡിയോ ചെയ്യാം തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് ക്വസ്റ്റ്യൻ മാത്രമേ, ബാക്കി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. This Garlic Hotel has 3 categories of room in the hotel: 5 suite rooms, 50 superior rooms and 40 standard rooms. അപ്പോൾ This Garlic Hotels എത്ര ടൈപ്പ് ഓഫ് റൂംസ് ഉണ്ടായിരുന്നു? അവർക്ക് 3 ടൈപ്പ് ഓഫ് റൂംസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് റൂം 5 suite rooms, then 50 superior rooms and then 40 standard rooms. ഇതിന് റൂം താരിഫ് ഓഫ് സ്റ്റാൻഡേർഡ് റൂംസ് എന്ന് പറയുന്നത് എത്രയാണ്? 5,000 പെർ ഡേക്കാണ് 5,000 വരുന്നത്. ഓക്കെ, സോ ഇവിടെ 5,000 പെർ ഡേ. Garlic Hotels provide you the following details in respect of its standard room for the financial year 2023-24. 2023-24 ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ടോട്ടൽ റൂം താരിഫ് കളക്ട് ചെയ്ത്, അത് റെൻറ്റ് ടോട്ടൽ എത്ര കളക്ട് ചെയ്തിരിക്കുന്നത്? 400 lakhs, എമൗണ്ട് ഇൻ ലാക്സ് ആണ്. ദെൻ വേരിയബിൾ കോസ്റ്റ് 160 lakhs, ഫിക്സ്ഡ് കോസ്റ്റ് സ്റ്റാൻഡേർഡ് റൂംസിൻ്റെ, ഇതെല്ലാം സ്റ്റാൻഡേർഡ് റൂംസിൻ്റെ നമുക്ക് തന്നിരിക്കുന്നത്. ദെൻ അപ്പോർഷൻഡ് കോസ്റ്റ് ഓഫ് ഹോട്ടൽസ് അഡ്മിനിസ്ട്രേറ്റീവ് ചാർജസ് 100. സാലറി ഓഫ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് as stated below. Okay. Based on occupancy, the hotel employed following housekeeping staff at 60,000 per month per staff. Okay, ഒരു സ്റ്റാഫിന് പെർ മന്തിൽ എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 60,000. പക്ഷെ ഇതെങ്ങനെയാണ് വരുന്നത്? റൂം ഡേയ്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 7,500 ആണെങ്കിൽ 10 ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് 60,000 × 10 ആയിരിക്കും ടോട്ടൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് വരുന്നത്. പക്ഷേ ഇതിൽ 7,500 to 9,500 വരുമ്പോൾ 15, 9,500 മുകളിൽ വരുമ്പോൾ 20. അപ്പോൾ നമുക്കിതിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് എത്രയാണ് റൂം ഡേയ്സ് വരുന്നത് എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം. എങ്കിലാണ് നമുക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് എത്രയുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അത് വെച്ചിട്ട് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിൻ്റെ സാലറി എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത് the projections for the next financial year is under all cost except apportioned cost of hotels administrative charges will go up by 10%. നമുക്ക് ഈ വർഷത്തെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എന്താണ് തന്നിരിക്കുന്നത്? സ്റ്റാൻഡേർഡ് റൂമിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ, അതായത് 24-25 എന്താ പറഞ്ഞേക്കുന്നത്? ഹോട്ടൽ അഡ്മിനിസ്ട്രേറ്റീവ് ചാർജസ് ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും കോസ്റ്റ് എന്ന് പറയുന്നത് 10% ഇൻക്രീസ് ആവും. ദെൻ അപ്പോർഷൻഡ് കോസ്റ്റ് ഓഫ് ഹോട്ടൽസ് അഡ്മിനിസ്ട്രേറ്റീവ് ചാർജസ് വിൽ ഇൻക്രീസ് ബൈ 11 lakhs. അപ്പോൾ എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? അപ്പോർഷൻഡ് 100 ആയിരുന്നു, അത് 11 lakh ആയിട്ട് കൂടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രയാണ്? 111 lakhs ആയിട്ട് വരും. ദർ വിൽ ബി സാലറി ഹൈക്ക് ഓഫ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ബൈ 5%. അതായത് 60,000 ഉണ്ടായിരുന്നതിൽ 105% ജസ്റ്റ് ഇൻക്രീസ് ചെയ്യും. 5% ഇൻക്രീസ് ചെയ്യും. റൂം താരിഫ് വിൽ ഇൻക്രീസ് ബൈ 10%. അതുപോലെ തന്നെ റൂം താരിഫും 10% ജസ്റ്റ് ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 5,000, അതിൻ്റെ 10% ഇൻക്രീസ് ചെയ്യും അല്ലേ? ഓക്കെ. However, room occupancy is not likely to increase in the next financial year. പക്ഷേ എന്താണ്? റൂം ഒക്യുപ്പൻസി ഇൻക്രീസ് ചെയ്യത്തില്ല, അത് തന്നെയായിരിക്കും റൂം ഒക്യുപ്പൻസി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റൂം ഒക്യുപ്പൻസി എന്തായാലും കണ്ടുപിടിക്കണം. അത് സെയിം തന്നെയായിരിക്കും അടുത്ത വർഷത്തെ റൂം ഒക്യുപ്പൻസി എന്ന് പറയുന്നത്. The management of Garlic Hotel is actively considering a proposal to convert all standard rooms to superior rooms. So എല്ലാ സ്റ്റാൻഡേർഡ് റൂംസും സുപ്പീരിയർ റൂംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രൊപ്പോസൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇൻ ദാറ്റ് ഇവൻ ദ ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് റൂംസ് ക്യാൻ ബി അവോയ്ഡ്. സോ ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാൻഡേർഡ് റൂംസിൻ്റെ ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? യു ആർ റിക്വയർഡ് ടു ഡിറ്റർമൈൻ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ഹോട്ടൽ ഇൻ റെസ്പെക്ട് ഓഫ് സ്റ്റാൻഡേർഡ് റൂം സെഗ്മെന്റ് ഫോർ ബോത്ത് ദി ഇയേഴ്സ്. നമുക്ക് പ്രോഫിറ്റബിലിറ്റി, സ്റ്റാൻഡേർഡ് റൂമിൻ്റെ പ്രോഫിറ്റബിലിറ്റി കണ്ടുപിടിക്കണം ഫോർ ബോത്ത് ദി ഇയേഴ്സ്. അതായത് ഈ ഇയറിൽ കണ്ടുപിടിക്കണം. 2023-24 കണ്ടുപിടിക്കണം, 2024-25 കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ബ്രേക്ക് ഇവൻ റൂം ഒക്യുപ്പൻസി ഫോർ ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ബ്രേക്ക് ഇവൻ റൂം ഒക്യുപ്പൻസി കണ്ടുപിടിക്കണം. ഓക്കെ. Suggest increase if any in room tariff in order to justify the continuance of standard room segment at the existing occupancy. ഓക്കെ, ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഒക്യുപ്പൻസിയിൽ നമുക്ക് സ്റ്റാൻഡേർഡ് റൂമിൻ്റെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നൊന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതെന്ത് ഇൻക്രീസ് ചെയ്യണമെന്ന് ചോദിച്ചേക്കണം, കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലേ? ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ ടോട്ടൽ റൂം താരിഫ് കളക്റ്റീവ്, ഇത് 2023-24 നെക്സ്റ്റ് ഇയറിലേക്കുള്ളത് നമുക്ക് അവിടെ എത്ര വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യുന്നുള്ളത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ തന്നെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഇയറിൽ നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കാം. ടോട്ടൽ റൂം താരിഫ് കളക്റ്റഡ്, ടോട്ടൽ റൂം താരിഫ് കളക്റ്റഡ് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ സെയിലാണ് അല്ലേ? ഇത് നമുക്ക് എമൗണ്ട് ഇൻ ലാക്സിൽ തന്നെ എഴുതാം.
400 lakhs. Then variable cost 160. Then contribution നമുക്ക് എഴുതാം, നമ്മൾ മൈനസ് ചെയ്യാം. Then fixed cost 60 lakh. Apportioned cost of hotels administrative charges. Then salary of housekeeping staff. എത്ര വരും? 100 lakh. ഈ കോൺട്രിബ്യൂഷൻ എത്രയാണ് വരുന്നത്? 400 മൈനസ് 160 240 lakh വരും. നമുക്ക് സാലറി ഓഫ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് കണ്ടുപിടിക്കണം. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിൻ്റെ സാലറി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എത്ര റൂം ഡേയ്സ് ആ ഇയറിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കണം. ആ സെയിം റൂം ഡേയ്സ് തന്നെയായിരിക്കും അടുത്ത ഇയറിലും വരുന്നത്. സോ നമുക്കത് ഒരു തവണ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അത് ആദ്യം കണ്ടുപിടിക്കാം. റൂം ഓക്യുപ്പൻസി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? അതായത് ഈ വർഷം എനിക്ക് കളക്ഷൻ കിട്ടിയത് 400 lakhs ആണ് കളക്ഷൻ കിട്ടിയത്. ഈ 400 lakhs എങ്ങനെ എനിക്ക് കിട്ടിയത്? ഒരു റൂമിന്, സ്റ്റാൻഡേർഡ് റൂമിൻ്റെ കളക്ഷൻ അല്ലേ, ഒരു റൂമിന് 5000 ആയിരുന്നു ഞാൻ വാങ്ങിയിരുന്ന എത്രയാ റൂം താരിഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് എത്ര റൂം ഡേയ്സ് ഉണ്ടെന്ന് റൂം ഡേയ്സ് വെച്ചിട്ട് ഇൻഡ്യൂ ചെയ്യുമ്പോഴാണ് എനിക്ക് 400 lakh കിട്ടുന്നത്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 5000 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ പോരെ, റൂം ഓക്യുപ്പൻസി എനിക്ക് കിട്ടത്തില്ലേ? സോ 400 lakh divided by 5000 equal to എത്ര കിട്ടും? 8000 റൂം ഓക്യുപ്പൻസി ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ 8000 പറയുന്നത് എവിടെ വന്ന് കിടക്കും? 7500 to 9500. സോ എനിക്ക് എത്ര ടോട്ടൽ മറ്റേ നമ്പർ ഓഫ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ആവശ്യമുണ്ടായിരുന്നു? 50. അപ്പോൾ അവരുടെ ഇത് സാലറി എങ്ങനെ വരും? 15 into 60,000 പെർ മന്ത്. അത് ഇൻറ്റു 12 വരും ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിൻ്റെ ടോട്ടൽ സാലറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് സാലറി ഓഫ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് മീൻസ് 15 into 60,000 into 12. ഓക്കെ, ഇത് എത്ര വരും? 108 lakh വരും. ടോട്ടൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് വരുന്ന കോസ്റ്റൊക്കെ ഇത്രയേ ഉള്ളൂ. സോ നമുക്ക് നെക്സ്റ്റ് ഇയറിൻ്റെ ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ഇയറിന് എങ്ങനെയാണ് വന്നേക്കുന്നത്? ടോട്ടൽ റൂം താരിഫ് കളക്റ്റഡ്. സോ അതിൽ ഫസ്റ്റ് തന്നെ ടോട്ടൽ റൂം താരിഫ് കളക്റ്റഡ് 400 തന്നെ ആയിരിക്കും വരുന്നത്. നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? അവർ റൂം ഓക്യുപ്പൻസിക്ക് ചേഞ്ച് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തിന് ചേഞ്ച് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്? റൂം താരിഫ് വിൽ ഇൻക്രീസ് ബൈ 10% ജസ്റ്റ് ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര വരും? 5000 into 110%. എത്ര വരും? 5500 വരും. അപ്പോൾ 5500 ഇൻറ്റു റൂം ഓക്യുപ്പൻസി എത്രയാണ് വന്നേക്കുന്നത്? 5500 ആണ് റൂം താരിഫ് എന്ന് പറയുന്നത്. റൂം ഓക്യുപ്പൻസി സെയിം തന്നെയായിരിക്കും, 8000 തന്നെയായിരിക്കും. സോ നെക്സ്റ്റ് ഇയറിൽ ഇതെന്ന് പറയുന്നത് 8000 ഇൻറ്റു 5500 440 lakh വരും. ഓക്കെ, 440 lakh. ഇനി അടുത്തത് വേരിയബിൾ കോസ്റ്റ്. ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാ കോസ്റ്റും എക്സെപ്റ്റ് അപ്പോർഷൻ കോസ്റ്റ് ഓഫ് ഹോട്ടൽസ് അഡ്മിനിസ്ട്രേറ്റീവ് ചാർജസ് ഒഴിച്ച് ബാക്കി എല്ലാം 10% വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യുന്ന. സോ വേരിയബിൾ കോസ്റ്റ് എത്ര തന്നെ ഇൻക്രീസ് ചെയ്യും? 160 ഇൻറ്റു 110%, 176. ഈ 110% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് ആരും. 160 ഇൻറ്റു 10% ആണ് ഇൻക്രീസ് ചെയ്യുന്നത്, അതായത് 60. അപ്പോൾ നമ്മൾ 16 + 160 അങ്ങനെ എടുക്കുന്നതിന് എളുപ്പത്തിനാണ് നമ്മൾ 110% എന്ന് എടുക്കുന്നത്. ഓക്കെ, ഇനി ഇത് മൈനസ് നമുക്ക് എത്ര കിട്ടും? 440 minus 176 264 lakh. ഫിക്സ്ഡ് കോസ്റ്റ് 60 ആയിരുന്നു ഫിക്സ്ഡ് കോസ്റ്റ്. അത് ഇൻറ്റു 10% എത്ര വരും? 66 lakh. ഇനി അപ്പോർഷൻ്റെ കോസ്റ്റ് ഓഫ് ഹോട്ടൽസ് അഡ്മിനിസ്ട്രേറ്റീവ് ചാർജസ് എന്ന് പറയുന്നത് 11 lakh ഇൻക്രീസ് ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് 100 + 11 111. ദെൻ സാലറി ഓഫ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിൻ്റെ സാലറി എങ്ങനെ വരും? അതായത് 15 തന്നെയായിരിക്കും, റൂം ഓക്യുപ്പൻസിക്ക് ചേഞ്ച് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവരുടെ സാലറി ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. എത്രയായിരുന്നു ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്? സാലറി 5% ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. 60,000 ഇൻറ്റു 105% ഇൻറ്റു 12. ഓക്കെ,
50. 60,000 into 105%, 63,000. അത് ഇൻറ്റു 12 ഇൻറ്റു 50, 113.4 lakh. ഓക്കെ, ടോട്ടൽ എല്ലാം കിട്ടി. നമുക്കിനി എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊന്ന് നോക്കാം. നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ ലോസ് ആയിരിക്കും. 28 lakh ലോസും ഇവിടെ 26.4 lakh ലോസും ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി ബ്രേക്ക് ഇവൻ റൂം ഓക്യുപ്പൻസി ഫോർ ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലെ ബ്രേക്ക് ഇവൻ റൂം ഓക്യുപ്പൻസി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആ ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ബ്രേക്ക് ഇവൻ റൂം ഓക്യുപ്പൻസിയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ തന്നേക്കുന്നത്. അത് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ ഡേ അല്ലേ? ഈ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊക്കെ ഫിക്സ്ഡ് കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യും? അതായത് 66 എന്തായാലും വരും. 111 113.4 ഒക്കെ എന്തുതന്നെയാണ്, ഫിക്സ്ഡ് കോസ്റ്റ് ആണ് അല്ലേ? കാരണം ഈ ഇയറിൽ, അടുത്ത ഇയറിൽ ഫുള്ളി 60 തന്നെയാണ്. 100 108 66 111 113.4. ചേഞ്ച് ചെയ്യുന്നത് എന്ത് മാത്രമേ ഉള്ളൂ, വേരിയബിൾ കോസ്റ്റ് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് ഇതെല്ലാം എന്ത് തന്നെ ഒരു ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. അതായത് ഇത് മാത്രമല്ല ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 66 പ്ലസ് 111 പ്ലസ് 113.4 lakh. കോൺട്രിബ്യൂഷൻ പെർ ഡേ, കോൺട്രിബ്യൂഷൻ എത്ര വരും? നെക്സ്റ്റ് ഇയറിലേക്കുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 2024 to 25 കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. കോൺട്രിബ്യൂഷൻ പെർ ഡേ എത്ര വരും? 264 ആണ് എന്ത് ടോട്ടൽ അല്ലേ? ഈ 264 lakh എന്ന് പറയുന്നത് ടോട്ടലിൻ്റെയാണ്. നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ ഡേക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം? 264 lakh ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ ഡേ എത്ര വരുന്നുണ്ട്? ടോട്ടൽ റൂം ഓക്യുപ്പൻസി എന്ന് പറയുന്നതാണ്. അപ്പോൾ അത് ഡിവൈഡ് ചെയ്താൽ മതി, നമുക്ക് പെർ ഡേക്കുള്ളത് കിട്ടും. റൂം ഡേ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8,800 റൂം ഡേയ്സ് കിട്ടും. ഓക്കെ, ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, suggest increase if any in room tariff in order to justify the continuance of standard room segment at the existing occupancy. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ എന്താണ്, രണ്ട് കേസിലും ലോസസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സജഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? സ്റ്റാൻഡേർഡ് റൂംസ് എല്ലാം സുപ്പീരിയർ റൂംസ് ആക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്താ, നമ്മൾ സാധാരണ കേസിൽ എന്ത് ചെയ്യും, നമുക്ക് ലോസാണ് കിട്ടുന്നതെങ്കിൽ നമ്മളത് ഒന്നില്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യും, ഷട്ട് ഡൗൺ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ലോസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ലോസ് ഇല്ലാതെ നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ബ്രേക്ക് ഇവൻ, അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ നമ്മൾ നോക്കാം. നമുക്കിവിടെ രണ്ട് വഴിയുണ്ട്. എന്തൊക്കെ വഴിയുണ്ട്? ഒന്നെങ്കിൽ നമ്മുടെ റൂം താരിഫ് അതെന്ത് ചെയ്യാം, ഒന്നില്ലെങ്കിൽ ഇത് ഇൻക്രീസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് നമുക്ക് എനിക്ക് ലോസ് വന്നേക്കുകയാണ്. ലോസ് വന്നേക്കുന്നത് എനിക്ക് ആ ലോസ് പ്രോഫിറ്റ് ആക്കാനായിട്ടൊരു വഴിയുണ്ട്. അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ വേണ്ട, നോ പ്രോഫിറ്റും വേണ്ട ലോസും വേണ്ട, നോ പ്രോഫിറ്റ് നോ ലോസ്, ഇങ്ങനെ പോവും. പ്രോഫിറ്റ് ആക്കാനായിട്ടുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ സെയിൽ എന്ന് പറയുന്നത് എന്താണ്, റൂം താരിഫ് ഞാൻ കളക്ട് ചെയ്യുന്നത് അല്ലേ, അത് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഇൻക്രീസ് ചെയ്തിട്ട് എനിക്കൊന്നില്ലെങ്കിൽ പ്രോഫിറ്റ് ആക്കാൻ പറ്റും. അല്ലെങ്കിൽ നോ പ്രോഫിറ്റ് നോ ലോസ് അല്ലെങ്കിൽ വേറൊരു വഴിയും കൂടെ ഉണ്ട്. എനിക്ക് എക്സ്പെൻസസ്, ഇപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും സാലറി, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിൻ്റെ സാലറി, അതൊക്കെ എനിക്ക് കുറയ്ക്കാൻ പറ്റും. ഈ രണ്ട് വഴിയേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കളക്ട് ചെയ്യുന്ന റൂം താരിഫ് ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ഫിക്സ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക. ഈ രണ്ട് വഴിയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്നോട് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, സജസ്റ്റ് ഇൻക്രീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ, സെല്ലിംഗ് പ്രൈസ് റൂം താരിഫ് ഇൻക്രീസ് ചെയ്യാനായിട്ട്. അപ്പോൾ നോക്കാം, അങ്ങനെ ഇൻക്രീസ് ചെയ്യാമോ, സജസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് നമ്മളോട്. ഇൻക്രീസ് ചെയ്യണോ അതോ ഡിക്രീസ് ചെയ്യണം? നമ്മൾ വേറൊന്ന് കേസ് പഠിച്ചിട്ടുണ്ട്. കേസ് നമ്മളിപ്പോൾ ഷട്ട് ഡൗൺ ചെയ്യാമെന്ന് വിചാരിക്കാം. ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോഫിറ്റ് വരും, നമുക്കിപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ എക്സ്പെക്റ്റഡ് സെയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഷട്ട് ഡൗൺ പ്രോഫിറ്റിനേലും
കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ പറയും. ഇൻ കേസ് എക്സ്പെക്റ്റഡ് സെയിൽ എന്ന് പറയുന്നത് ഷട്ട് ഡൗൺ പ്രോഫിറ്റിനും ഈക്വലാണ്, രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അപ്പോഴും കണ്ടിന്യൂ ചെയ്യാൻ പറയും. എപ്പോഴാണ് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യാൻ പറയുന്നത് ആ ബിസിനസ്? എക്സ്പെക്റ്റഡ് സെയിൽ ലെസ് ദാൻ ഷട്ട് ഡൗൺ പ്രോഫിറ്റ്. ഷട്ട് ഡൗൺ പ്രോഫിറ്റ് നമുക്ക് സെയിലിനേലും കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യാൻ പറയും, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്കിപ്പോൾ നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് വിചാരിക്കാം. നമുക്ക് റൂം ഓക്യുപ്പൻസി ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നമ്മൾ റൂം ഓക്യുപ്പൻസി 8,000 ആയിട്ട് തന്നെ എടുക്കുകയാണ്, അത് ബേസാക്കാണ്. നമ്മുടെ ബ്രേക്ക് ഇവൻ പോയിൻ്റ് ഇക്വേഷൻ എന്താ വരുന്നത്? ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ ഡേ, പെർ റൂം ഡേ, ഇങ്ങനെ വരുന്നത്. നമ്മൾ ബ്രേക്ക് ഇവൻ പോയിന്റ് നമ്മൾ എന്തായിട്ട് എടുക്കുകയാണ്? 8,000 റൂം ഡേ ആയിട്ട് എടുക്കുകയാണ്. ഈ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും, അപ്പോൾ നമുക്കിവിടെ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്നാണ് അറിയേണ്ടത്. ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഏതൊക്കെ ഫിക്സ്ഡ് കോസ്റ്റ് എടുക്കാൻ പറ്റും? അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് ഒക്കെ എടുക്കാൻ പറ്റും. ഇവിടെ നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ് റൂംസ് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഇൻ കേസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ 60 ലാക്ക് ഈ ഫിക്സ്ഡ് കോസ്റ്റ് നമുക്കിവിടെ കുറയ്ക്കാൻ പറ്റും. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിൻ്റെതും ആവശ്യമില്ല, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഈ അപ്പോർഷൻഡ് കോസ്റ്റ് ഓഫ് ഹോട്ടൽസ് അഡ്മിനിസ്ട്രേറ്റീവ് ചാർജസ് എന്ന് പറയുന്നത് അതൊരിക്കലും അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് അല്ല. അപ്പോൾ ഇവിടെ അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ട് വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ? ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് റൂംസും സാലറി ഓഫ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫും മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ അത് രണ്ടെടുത്തിട്ട് നോക്കാം എത്ര വരുന്നത്. നമുക്ക് അടുത്ത വർഷത്തേക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 66 ലാക്ക് പ്ലസ് 113.4 ലാക്ക് ഇതെടുക്കാൻ പറ്റത്തില്ല. സോ 66 ലാക്ക് പ്ലസ് 113.4 ലാക്ക്. കോൺട്രിബ്യൂഷൻ പെർ റൂം ഡേ. കോൺട്രിബ്യൂഷൻ പെർ റൂം ഡേയിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ റൂം ഡേ ഇതെടുക്കാൻ പറ്റില്ല. കാരണം എന്താ? നമുക്ക് സെല്ലിംഗ് പ്രൈസ് നമുക്ക് അറിയത്തില്ല, നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കിപ്പോൾ ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സജസ്റ്റ് ഇൻക്രീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻ കേസ് റൂം താരിഫ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇതെടുക്കുന്നില്ല, ഈ 440 എടുക്കുന്നില്ല. മൈനസ് വേരിയബിൾ കോസ്റ്റ് ഇത് തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ കോൺട്രിബ്യൂഷൻ ഇക്വേഷൻ എന്താ വരുന്നത്? കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, അല്ലേ? ഇതെന്ന് പറയുന്നത് ടോട്ടലിൻ്റെയാണ്. നമുക്ക് പെർ ഡേയുടെ റൂം ഡേയുടെ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ 8,000 ചെയ്യും. സോ സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 176 ലാക്ക് ഡിവൈഡഡ് ബൈ 8,000. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? അപ്പോൾ ഇവിടെ ഈ 176 ലാക്കിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു മിസ്റ്റേക്ക് പറ്റിയതെന്താ? അതായത് നമുക്കിവിടെ കോൺട്രിബ്യൂഷൻ പെർ റൂം ഡേ ആണ് കണ്ടുപിടിക്കേണ്ടത്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്തായാലും യൂണിറ്റില്ല, അപ്പോൾ യൂണിറ്റിലാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമ്മൾ വേരിയബിൾ കോസ്റ്റ് ഇതുപോലെ തന്നെ പെർ യൂണിറ്റിൽ എടുത്താൽ മതി, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. വേരിയബിൾ കോസ്റ്റ് നമുക്ക് 176 ലാക്കാണ് കിട്ടുന്നത്. അത് ഡിവൈഡ് ബൈ 8,000 നമുക്ക് പെർ റൂം ഡേയുടെ കിട്ടും, പെർ യൂണിറ്റിൻ്റെ കിട്ടും. അപ്പോൾ 176 ലാക്ക് ഡിവൈഡ് ബൈ 8,000 എത്രയാണ് വരുന്നത്? 2,200 വരും. ഓക്കെ, സോ കോൺട്രിബ്യൂഷൻ പെർ റൂം ഡേ എന്ന് പറഞ്ഞിട്ട് സെല്ലിംഗ് പ്രൈസ് മൈനസ് 2,200 ചെയ്യുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? സെല്ലിംഗ് പ്രൈസിൻ്റെ വാല്യൂ കിട്ടും. അത് സോൾവ് ചെയ്യാം. നമുക്ക് ഈ സെല്ലിംഗ് പ്രൈസ് മൈനസ് 2,200 നമ്മൾ എന്ത് ചെയ്യാണ്? ഇക്വേഷൻ്റെ ഈക്വലിൻ്റെ അപ്പർ സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ 8,000 ഇൻറ്റു ഇവിടെ ഡിവൈഡ് ആക്കി എടുക്കുന്ന അവിടെ വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ് മൈനസ് 2,200 ഈക്വൽ ടു 66 ലാക്ക് പ്ലസ് 113.4 ലാക്ക് 179.4 ലാക്ക്. ഇത് നമ്മൾ എന്ത് ചെയ്യണതിലേക്ക് മൾട്ടിപ്ലൈ ആണ്. 8,000 സെല്ലിംഗ് പ്രൈസ് മൈനസ് 8,000 ഇൻറ്റു 2,200. അപ്പോൾ നമുക്ക് 176 ലാക്ക് എന്ന് കിട്ടും, ഈക്വൽ ടു 179.4 ലാക്ക്. ഈ 176 എന്ന് പറയുന്നത് എന്താണ്? ലെസ് ആണ്. ഇത് അവിടെ വരുമ്പോൾ എന്തൊക്കെ വരും? പോസിറ്റീവായിട്ട് വരും. 8,000 സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 179.4 ലാക്ക് പ്ലസ് 176 ലാക്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 179.4. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയി കിടക്കുന്ന അവിടെ വരുമ്പോൾ ഡിവൈഡ് ആവും. ഡിവൈഡഡ് ബൈ 8,000 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്കാം? 4,400 ആവും. നമ്മളിവിടെ എന്താ പറഞ്ഞേക്കുന്നത്? നമുക്ക് എത്രയായിരുന്നു ശരിക്കും? ഇപ്പോൾ റൂം താരിഫ് എത്രയായിരുന്നു? 5,000 ആയിരുന്നു. പക്ഷെ ഇവിടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 4,400 ആണ് കൊടുത്തേക്കുന്നത്.
അപ്പോൾ ബ്രേക്ക് ഇൻ പോയിന്റ് കേസിൽ എടുക്കുമ്പോഴത്തേനും കുറവാണ് പറഞ്ഞേക്കുന്നത്. ശരിക്കും ഇപ്പോൾ എന്താണ് നോ പ്രോഫിറ്റ് നോ ലോസിലും 4400 നമ്മളോട് ഓൾറെഡി 5000 കൊടുക്കുന്നത്. അപ്പോൾ ഇനി അത് ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സജസ്റ്റ് ഇൻക്രീസ് എന്നുള്ളിടത്തിൽ ഇനി ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഈ ഒരു പ്രോബ്ലം ഇവിടെ കാണിച്ചിട്ട് അങ്ങനെ ഒരു നോട്ട് എഴുതിയാൽ മതി. ഓക്കെ, സോ ഇത്രയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്